നമസ്കാരം. സ്വർണം അത് മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഒരു പൈസ കയ്യിൽ കിട്ടിയാൽ സ്വർണം വാങ്ങി ലോക്കറിൽ വയ്ക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ മലയാളികൾക്കുണ്ട്. ജനനം മുതൽ മരണം വരെ ഏതെങ്കിലും രൂപത്തിൽ സ്വർണം ജീവിതത്തിൽ ഭാഗമാകാത്തവർ വളരെ കുറവായിരിക്കും. എന്നാൽ അടിക്കടിയുള്ള വിലവർധന ചില രീതിയിൽ മനുഷ്യർക്കിടയിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല, ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് സമീപകാലത്ത് ജനപ്രിയമാകുകയാണ് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന സ്വർണം. സാധാരണ കേരളത്തിൽ സ്വർണ്ണവില കണക്കാക്കുന്നത് സ്വർണ്ണാഭരണം എന്ന് പറയുന്നതുമെല്ലാം 22 ക്യാരറ്റ് ഉള്ളതിനെയാണ്. വില കൂടിയതോടെ പലരും കുറഞ്ഞ ക്യാരറ്റിലേക്ക് വഴിമാറി. 18, 14, 9 ക്യാരറ്റുകളായി കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ജനങ്ങളിപ്പോൾ. എന്നാൽ ഇങ്ങനെ സ്വർണം വാങ്ങുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാന കാര്യങ്ങളുണ്ട്. അതായത്, കേരളത്തിൽ ഇന്ന് 22 ക്യാരറ്റ് സ്വർണ്ണ ഗ്രാമിന് 9,315 രൂപയും പവന് 74,520 രൂപയുമാണ്. 18 ക്യാരറ്റ് ഗ്രാമിന് 7,645 രൂപയും പവന് 61,160 രൂപയുമാണ്. 14 ക്യാരറ്റ് സ്വർണ്ണ ഗ്രാമിന് 5,955 രൂപയും പവന് 47,460 രൂപയുമാണ്. 9 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 3,835 രൂപയും അതോടൊപ്പം തന്നെ 30,680 രൂപയുമാണ്. വില കുറഞ്ഞ സ്വർണം കിട്ടുമ്പോൾ എന്തിന് ഉയർന്ന വില കൊടുത്ത് വാങ്ങണം എന്ന ചിന്ത സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മനസ്സിലുണ്ടാകും. എന്നാൽ വാങ്ങുമ്പോൾ ചില സുപ്രധാന കാര്യങ്ങൾ കൂടി അറിഞ്ഞില്ലെങ്കിൽ പണി കിട്ടും. 22 ക്യാരറ്റ് സ്വർണത്തിൽ ആഭരണവും നാണയങ്ങളും കിട്ടും. എന്നാൽ ഇതിന് താഴേക്കുള്ള ക്യാരറ്റിലെ സ്വർണത്തിൽ ആഭരണങ്ങൾ മാത്രമേ കിട്ടുകയുള്ളൂ. അതായത്, സ്വർണത്തിന്റെ വിലയ്ക്ക് പുറമെ പണിക്കൂലി, GST, ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ കൂടി ഉപഭോക്താവ് നൽകേണ്ടി വരും. മറ്റൊന്ന്, ഇത്തരം ആഭരണങ്ങൾ ഗോൾഡ് ലോണിന് വേണ്ടി സ്വീകരിക്കില്ല. ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഗോൾഡ് ലോണിന് നൽകുന്ന വേളയിൽ 22 ക്യാരറ്റ് ആഭരണങ്ങളും ബാങ്കുകൾ ഇറക്കുന്ന നാണയങ്ങളും മാത്രമാണ് സ്വീകരിക്കുക. അതിന് താഴേക്കുള്ള ക്യാരറ്റിലെ ആഭരണങ്ങൾ സ്വീകരിക്കുകയില്ല. വില കൂടി വരുന്ന സാഹചര്യത്തിൽ ഭാവിയിൽ ഇത്തരം ആഭരണങ്ങളും സ്വീകരിച്ചേക്കാം. ക്യാരറ്റ് കുറഞ്ഞ ആഭരണങ്ങളും ഗോൾഡ് ലോണിന് സ്വീകരിക്കണമെന്നാണ് ജ്വല്ലറി വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്. കുറഞ്ഞ ക്യാരറ്റിലെ ആഭരണങ്ങൾക്ക് പണിക്കൂലി കൂടുമെന്നാണ് മറ്റൊരു കാര്യം. 22 ക്യാരറ്റിലുള്ള ആഭരണങ്ങൾക്ക് കുറഞ്ഞ പണിക്കൂലി 5%. എന്നാൽ 18 ക്യാരറ്റിലും അതിന് താഴെ പരിശുദ്ധിയുള്ള ആഭരണങ്ങൾക്കും കുറഞ്ഞ പണിക്കൂലി 10% മുകളിലാണ്. 20% മിക്ക ആഭരണങ്ങൾക്കും ഈടാക്കുന്നത്. അതായത്, ഉയർന്ന വില നൽകി ആഭരണം വാങ്ങേണ്ടി വരുമെന്ന് ചുരുക്കം. ഡെയിലി വെയർ ആഭരണങ്ങളാണ് കുറഞ്ഞ ക്യാരറ്റിൽ ഉള്ളത്. തൂക്കം കൂടിയ ആഭരണങ്ങൾ ഇതിൽ കിട്ടില്ല. ആവശ്യമെങ്കിൽ പ്രത്യേകം നിർമ്മിക്കേണ്ടി വരും. അതിന് ഉയർന്ന പണിക്കൂലി നൽകുകയും വേണം. 75% സ്വർണവും ബാക്കി ചെമ്പും കലർന്നതാണ് 18 ക്യാരറ്റ്. 58% സ്വർണവും ബാക്കി ചെമ്പും കലർന്നതാണ് 14 ക്യാരറ്റ്. 37% സ്വർണവും ബാക്കി ചെമ്പും കലർന്നതാണ് 9 ക്യാരറ്റ്. സ്വർണം കുറവായത് കൊണ്ട് തന്നെ 22 ക്യാരറ്റ് ആഭരണങ്ങളുടെ തിളക്കം കിട്ടാൻ ഇടയില്ല എന്നതും ഓർക്കേണ്ട കാര്യമാണ്. എന്നാൽ ഡെയിലി വെയർ ആഭരണം എന്ന നിലയിൽ മാത്രം കാണുന്നവർക്ക് ഇത് മതിയാകുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.